ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സ്ത്രീകൾക്ക് ഏറ്റവും വിസിബിളായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഒപ്പമുള്ളവർക്കും നിങ്ങളെ നോക്കി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു 6 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെ നോക്കി മറ്റുള്ളവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെ മുഖത്ത് സംഭവിക്കുന്ന മാറ്റത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഒരുപാട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് മുഖത്തുണ്ടായിട്ടുള്ള, ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത്, പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് തന്നെ പല സ്ത്രീകളുടെയും മുഖത്ത് ഗ്ലോ വർദ്ധിക്കുന്നു. അതായത് അവരുടെ മുഖം നല്ലതുപോലെ ഒരു പിങ്കിഷ് എഫക്റ്റ് അവരുടെ ശരീരത്തിലെ മുഖത്ത് കാണുന്നു. നമ്മളുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ, അതായത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മളിൽ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ആകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ലക്ഷണം ഉണ്ടാവാനായിട്ടുള്ള കാരണം. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും ചെറിയൊരു ഗ്ലോ ഫേസിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയം എന്ന് പറയുന്നത് പ്രഗ്നൻസി എന്താണെന്ന് പോലും എനിക്കറിയാത്തൊരു ടൈമായിരുന്നു. ഈ സമയത്ത് എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പോസിറ്റീവായി. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ഒരു തവണ കാണാനായിട്ട് പോയപ്പോഴേക്കും അച്ഛാമ്മ ഇതുപോലെ ചോദിച്ചു, എന്താ മുഖത്തൊരു തിളക്കം വരുന്നുണ്ടല്ലോ, ഡേറ്റ് നീണ്ടു പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരിയാണല്ലോ, നീണ്ടു പോയല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടായിട്ടോ. ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള ലക്ഷണം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത്, മുഖം ഭയങ്കരമായിട്ട് ഡള്ളായി പോവുക. അതായത് എപ്പോഴും വാടിത്തളർന്നിരിക്കുന്നത് പോലുള്ളൊരു മുഖം നമുക്ക് ഉണ്ടാവുക. നമ്മൾ ഒരുപാട് നേരം ഒന്ന് കിടന്നിട്ട് എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമുക്ക് മുഖത്തൊരു ഭയങ്കര ഒരു ഡൾനെസ് ഫീൽ ചെയ്യില്ലേ, പെട്ടെന്ന് ഉറങ്ങി ഒന്ന് എഴുന്നേക്കുന്ന സമയത്ത് നമുക്കുണ്ടാകും. അതുപോലെ ഒരുപാട് ജോലികൾ നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഫേസിലോട്ട് നോക്കുമ്പോഴേക്കും നമ്മളുടെ ഫേസ് ഭയങ്കര ഡള്ളായിരിക്കും. ഈ സിറ്റുവേഷൻസ് ഒന്നും അല്ലാതെ, ഒരുപാട് ജോലികളൊന്നും ചെയ്യാതെ, ഉറങ്ങി എഴുന്നേറ്റ് വരാതെ, അല്ലെങ്കിൽ ഒരുപാട് നേരം ദേഹം അനങ്ങിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാതെ തന്നെ നമ്മളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും ഓൾവേസ് നമ്മളുടെ ഒരു ഫേസിൽ ഒരു ഡൾനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുള്ള പലർക്കും അങ്ങനെയുള്ള ഒരു ലക്ഷണം കാണാറുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, ഇതുപോലെ പ്രഗ്നൻസി, നമുക്ക് ഫാമിലീസിലാവുമ്പോൾ അറിയാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ കണ്ടപ്പോഴേക്കും മുഖത്തൊരു ഡൾനെസ് ഫീൽ ചെയ്തിട്ട് വീട്ടിലുള്ള കാരണവരായിട്ടുള്ള ആളുകൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞിട്ട് പോസിറ്റീവ് ആയവരുണ്ട്. അവരപ്പോൾ ആ ഒരു കാര്യം സിറ്റുവേഷൻ പറഞ്ഞപ്പോഴേക്കും ഒരുപാട് നേരം പുറത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്, നടന്നിട്ട് വന്നതാണ്, അതിൻ്റെ ആയിരിക്കും ക്ഷീണമെന്ന് പറഞ്ഞു. പക്ഷേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പോസിറ്റീവ് ആയിരുന്നു. നമ്മളുടെ ശരീരത്തിൽ ആ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓവറായിട്ട് ഒരുപാട് ശരീരം അനങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി തന്നെയും നമ്മുടെ മുഖത്ത് ഓൾവേസ് ആ ഒരു ഡൾനെസ് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഫാമിലിയിലുണ്ടായ ഇഷ്യൂസ്, ആ ഒരു കാര്യം പോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനും ഇതുപോലുള്ള ലക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. മൂന്നാമതായിട്ട്, മുഖത്ത് കുരുക്കൾ വരിക. പീരിയഡ്സ് ആകാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും ഡെസ്പായിട്ടിരിക്കുന്ന ഒരു ലക്ഷണമാണ് മുഖത്ത് കുരുക്കൾ വരിക. ആ 2-3 പിമ്പിൾസ് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിക്കും പീരിയഡ്സ് വരാൻ പോവുകയാണെന്ന്. പീരിയഡ്സിന് മാത്രമാണോ പിമ്പിൾസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമല്ല. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് പിമ്പിൾസ് ഉണ്ടാവാറുണ്ട്. നമ്മളുടെ ശരീരത്തിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, HCG എന്നീ ഹോർമോൺസ് ഒക്കെ ഇൻക്രീസ് ആവുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആ ഒരു ശരീരത്തിന് ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ശരീരത്തിന് ഫെമിലിയർ അല്ലാത്ത ഒരു മാറ്റമാണ്. ഈ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മുഖത്ത് പിമ്പിൾസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി പോസിറ്റീവായി കഴിയുമ്പോഴേക്കും പല ആളുകൾക്കും ആ പിമ്പിൾസ് അപ്രത്യക്ഷമായി പോകാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പിമ്പിൾസ് വന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടാണെന്ന് കരുതി ഒരുപാട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത്, മുഖത്ത് പാടുകൾ വരിക. അതായത് നമ്മുടെ കഴുത്തിൻ്റെ പോർഷനിൽ, അതുപോലെ നമ്മുടെ മൂക്കിന് ആ ഒരു അറ്റത്തുള്ള പോർഷനിൽ, നമ്മുടെ ചുണ്ടിൻ്റെ ഭാഗത്ത്, അതുപോലെ നമ്മുടെ ചുണ്ടിന് താഴെയുള്ള ഭാഗത്ത്, കീഴ്ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ആ ഒരു പാടുകൾ കൂടുതലായിട്ടും വരിക. നമ്മളുടെ ശരീരത്തിൽ മെലാസ്മ എന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പാടുകൾ കൂടുതലായിട്ടും വരുന്നത് കേട്ടോ. ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പ്രഗ്നൻസി സമയത്ത് നമുക്ക് മെലാസ്മ ഉണ്ടാകുന്നത് ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് 2-3 months ഒക്കെ കഴിയുമ്പോഴേക്കും ഹോർമോൺസ് നോർമലായിട്ട് നമ്മുടെ പഴയ ഒരു ഫേസ് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഒരുപാട് പേര് കണ്ണാടി നോക്കിയിട്ട് വിഷമിക്കാറുണ്ട്, നമ്മളുടെ ആ ഒരു ഫേസിൽ പാടുകളൊക്കെ വരുമ്പോഴേക്കും പിന്നെ അത് തിരിച്ച് മാറില്ലേ, നമ്മളുടെ പഴയ ഫേസ് തിരിച്ചു കിട്ടില്ലേ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന ഒരുപാട് പേര്
പേരുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് എനിക്ക് മൂക്കിന് കുറുകയായിട്ട് ഒരു വര വന്നിട്ടുണ്ടായിരുന്നു, ഒരു കറുത്ത പാട് മൂക്കിന് കുറുകയായിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ സൂക്ഷിച്ച് നോക്കുന്ന സമയത്തായിരുന്നു ആ ഒരു പാട് വന്നിരുന്നത്. അപ്പോൾ എനിക്ക് ഇതുപോലെ ടെൻഷനായിരുന്നു. കാരണം ആ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് ഒന്നും അറിയാത്തൊരു സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും ഇനി അത് മാറില്ലേ, മുഖത്തൊരു അഭംഗിയായിട്ട് അത് നിൽക്കുമോ എന്നൊക്കെ ഒരുപാട് ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് അത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഏകദേശം കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടും പല സ്ത്രീകൾക്കും ഉണ്ടാവാം കേട്ടോ. അടുത്ത പറയുന്നത് നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവുക. നമ്മളുടെ സ്കിന്നിലും അതുപോലെ ബാക്കിയുള്ള ഓരോ ഭാഗത്തോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് ഡ്രൈനെസ് സ്കിന്നിൽ ഫീൽ ചെയ്യാറുണ്ട്. മറ്റു ചില സ്ത്രീകൾക്ക് സ്കിൻ കൂടുതൽ ഓയിലി ആയിട്ട് മാറും. കാരണം നമ്മളുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോഴേക്കും ആ ഒരു ബ്ലഡ് പോകുന്ന ഓരോ ഭാഗത്തും ആ ഞരമ്പുകൾ വികസിക്കാനായിട്ട് തുടങ്ങും. ഈ വികാസം സംഭവിച്ചു വരുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡ്രൈനെസ് നല്ലതുപോലെ ഫീൽ ചെയ്യും. ഏകദേശം മഞ്ഞുകാലത്തൊക്കെ നമ്മളുടെ ആ ഒരു സ്കിന്നിലെ ഒരു ഡ്രൈനെസ്, ഒരു പരിവലിപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ലേ, അതുപോലുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഓരോരുത്തരുടെയും ശരീരപ്രകൃതി ഡിഫറെൻ്റ് ആയതുകൊണ്ട് ചില ആളുകൾക്ക് ഓയിലി ആയിട്ടുള്ള സ്കിന്നായിരിക്കും പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്നത്. ഓയിലി സ്കിൻ ഉണ്ടാകുന്ന ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓയിലി സ്കിന്നിന്റെ എഫക്റ്റ് കൊണ്ട് പിമ്പിൾസും കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്നൊരു മോയ്സ്ചറൈസർ നിങ്ങളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പിമ്പിൾസും അതുപോലെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആകുന്നതും പ്രിവെന്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. ശരിക്കും പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഡ്രൈനെസ്സോ അല്ലെങ്കിൽ പിമ്പിൾസോ അല്ലെങ്കിൽ കൂടുതലും കറുത്ത പാടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ ഓയിൻമെന്റോ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. കാരണം ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ പ്രൊമോഷൻസ് വരുന്നുണ്ട്. പലതും പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ആളുകൾക്കും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഓയിൽമെന്റും അതുപോലെ ലോഷനും ക്രീമും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളത് ഉപയോഗിക്കുക. മറ്റുള്ള ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരുപാട് ക്രീംസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പല ആളുകൾക്കും അത് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ചീക്സ് കുറേ അങ്ങോട്ട് ചബ്ബിയായി പോവുക. ചിലർക്ക് ഡബിൾ ചിൻ ഉണ്ടാകും ഈ ഒരു സമയത്ത്. അതായത് അവരുടെ കവിള് നല്ലതുപോലെ തുടുക്കാനായിട്ട് തുടങ്ങും. ഓൾറെഡി തുടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ ആ ഒരു തുടിപ്പ് എളുപ്പത്തിൽ നമുക്ക് വിസിബിൾ ആവാനായിട്ട് സാധിക്കും. കാരണം നല്ലതുപോലെ ഒരു ഗ്ലോ സ്കിന്നിൽ വരുമ്പോഴേക്കും ആ മുഖവും നന്നായിട്ട് അങ്ങോട്ട് വീർക്കാനായിട്ട് തുടങ്ങും. ചില ആളുകൾക്ക് ഒരു ലാസ്റ്റത്തെ ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴായിരിക്കും ഈ ഒരു വീർക്കൽ നല്ലതുപോലെ വരുന്നത്. പക്ഷേ ചില ആളുകൾക്ക് ഫസ്റ്റത്തെ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു വീർക്കൽ ഉണ്ടാവും. ചില ആൾക്കാർ ഈ ഒരു വീർക്കൽ വെച്ചിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ചിലതൊക്കെ സക്സസ് ആയിട്ട് വരും, ചിലതൊക്കെ ഫ്ലോപ്പ് ആയിട്ടും പോകാറാണ് പതിവ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമുക്ക് ഫേസിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ. നമുക്ക് മാത്രമല്ല നമ്മളെക്കാളും മുതിർന്ന ആളുകൾക്കും ഈ വ്യത്യാസമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് ശരീരത്തിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഒരുപാട് പേര് ടെൻഷൻ ആകുന്നുണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴേക്കും അത് ശരീരത്തിൽ കാണുന്നില്ലെങ്കിൽ ഈ മാസവും നഷ്ടമായി പോയി എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഒരുപാട് പേരുടെ ശരീരപ്രകൃതി ഡിഫറെൻ്റ് ആണ്. നമുക്കുണ്ടായ ലക്ഷണമായിരിക്കില്ല നമ്മുടെ ചേച്ചിക്കോ നമ്മുടെ അനിയത്തിക്കോ നമ്മുടെ നീസിനോ ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായ ലക്ഷണങ്ങളായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ലക്ഷണങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്ന ബ്ലീഡിങ് വളരെ കുറവാണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് കാർഡ് ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് ആളുകൾ ഇപ്പോൾ ചാനലിൽ കണ്ടുവരുന്നുണ്ട് കാർഡ് യൂസ് ചെയ്തിട്ട് ഓൾവേസ് നെഗറ്റീവ് കിട്ടുമ്പോഴേക്കും പിന്നെയും കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള മടി കൊണ്ട് ടൂത്ത് പേസ്റ്റും അതുപോലെ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. 50 രൂപയുടെ 55 രൂപയുടെ ഒക്കെ കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായിരിക്കും 99% വരെ ആക്യുറേറ്റ് റിസൾട്ട് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ട് പിന്നീട് നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കാൻ ലേറ്റ് ആവുന്നുണ്ടെങ്കിലോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ ആ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലേറ്റസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും താഴെ ഇടണ്ട, ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട്
ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ 1-ാം തീയതിയാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് കാണുന്നതെങ്കിൽ ജനുവരി 1-ഉം ഫെബ്രുവരി 2-ഉം തമ്മിൽ എത്ര ദിവസമുണ്ടോ ആ ദിവസത്തെ എണ്ണിയിട്ട് നിങ്ങൾ കൃത്യം സൈക്കിൾ ലെങ്ത് പറയുക. ബ്ലീഡിങ് തുടങ്ങിയ ദിവസമാണ് നിങ്ങൾ എണ്ണേണ്ടത്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസം കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ചില ആളുകൾക്ക് ബ്രൗൺ കളറിലെ ഡിസ്ചാർജും ബ്രൗൺ കളറിലെ സ്പോട്ടിങ്ങും ഒക്കെ തുടങ്ങാറുണ്ട്. അങ്ങനെയുള്ളവർ ആ ഡേറ്റിന് സ്കിപ്പ് ചെയ്തിട്ട് ബ്ലീഡിങ് അതായത് ചോര പോയി തുടങ്ങുന്നത് ഏത് ദിവസം മുതലാണോ അതിനെ കൺസിഡർ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഇപ്പോഴും ഒരുപാട് ആളുകൾ പീരീഡ്സ് ഉണ്ടായത് ജനുവരിയിൽ 10-ാം തീയതിയാണ് ചേച്ചി, ഫെബ്രുവരിയിൽ 15-ാം തീയതിയാണ് ചേച്ചി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ സൈക്കിൾ ലെങ്ത് എത്രയാണോ അത് കണ്ടുപിടിച്ചിട്ടാണ് ഓവുലേഷൻ ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.